أعوذ بالله من الشيطان الرجيم. എവിടെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖലഖൽ ഇൻസാന, ഇൻസാനെ പടച്ചു. വല്ലന്നാമ ഖലഖഹാ ലക്കും, അല്ല വല്ലന്നാമിനെയും പടച്ചു. ഇസ്താൽവാബായിട്ടായിരിക്കും പഠിച്ചത് വല്ലന്നാമ എന്നുള്ളത്. അൽ-ഇബ്ല വൽ ബഖറ, പിന്നെന്താണ് വൽ ഗനമ എന്നൊക്കെയാണ്. അന്നാമിനെ ആട് മാടൊട്ടകങ്ങൾ എന്നർത്ഥം വെച്ചോളീനെന്നാണ് വല്ലന്നാമ. ഞാനതിൽ ഇന്നാമെന്ന് വായിച്ചു പോലെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ലമ്മാ ദക്കറല്ലാഹു തആല അന്നഹു ഖലഖൽ സമാവാതി വൽ അർള, ആകാശഭൂമികളെ അല്ലാഹു തആല പടച്ചു. അത് പറഞ്ഞപ്പം പിന്നെന്ത് ചെയ്തു? ثم أتبعه بذكر خلق الإنسان, പിന്നെ മനുഷ്യനെ പടച്ചാലും പറഞ്ഞു ذكر بعضهما ينتفع به الإنسان എന്ന്. അല്ല, പിന്നെ ആ മനുഷ്യന് പ്രയോജനം എടുക്കുന്ന ഒന്നിനെയും പറഞ്ഞു ഫി സായിരി ളറൂറാത്തി. ഫലമ്മാ കാന അഅ്ളമു ളറൂറാത്തി, മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ കൂടാണ്ട് കഴിയാത്തത് അൽ അക്ലു ആണ്, തീറ്റയാണ്. വൽ ലബ്സു ആണ്, വസ്ത്രം ധരിക്കലാണ്. അല്ലദൈനി യഖൂമു ബിഹിമാ, അത് രണ്ടും കൊണ്ടാണ് ബദനവു, അവന്റെ ശരീരത്തിന് ഖിവാമുള്ളത്. ബദഅ ബിദിക്രിൽ ഹയവാൻ, അവന്റെ ഹയവാനെ പറയൽ കൊണ്ട് അല്ലാഹു തആല തുടങ്ങി എന്ന്. അതിന് എത്ര കൊടുക്കണ്ട? കൊടുക്കാനില്ല, എടുത്തോണ്ടോ? കൊടുത്തിട്ടുണ്ടോ? എല്ലാ പ്രാവശ്യം കൊടുക്കാൻ നീ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, ഞാൻ തരാം പൈസ. ചോദിച്ചോണ്ടേട്ടാ. വഹുവന്നന്നാമു ഫഖാല വല്ലന്നാമ ഖലഖഹാ ലക്കും എന്ന്. എന്താ പിന്നെന്താ? ഖലഖാലക്കും, അല്ലാഹു തആല അവകളെ നിങ്ങൾക്ക് പടച്ചു. ഫീ ജുംലത്തിൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലായ നിലയിൽ. ഫീഹാ, അതിലുണ്ട്. ദിഫുൻ, ദിഫുണ്ട്. ദിഫു എന്ന് പറഞ്ഞാല് മാ തസ്തദിഫൂന ബിഹി മിനൽ അക്സിയത്തി വൽ അർദിയത്തി, വസ്ത്രങ്ങളും തലപ്പാവുകളും. മിൻ അശാരിക വസുഫാഫിക, അതിന്റെ തൊലികളിൽ നിന്നും മുടികളിൽ നിന്നും. വസുഫാഫിക, അതിന്റെ കൂഞ്ഞരോമങ്ങളിൽ നിന്നും പൂഞ്ഞരോമങ്ങളിൽ നിന്നും സൂഫുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വസ്ത്രവും മേൽത്തട്ടവും എല്ലാം ഉണ്ട്. ദിഫ്ഉൻ, ദിഫ് വെച്ചാല് നിങ്ങളുടെ ശരീരത്തിന് ചൂട് നൽകുന്ന ഒന്ന്. തദാഫു അറിയില്ലേ നമ്മൾ? മുദാഫഅത്തുൽ അഅദാ എന്ന് അറിയില്ലടാ, ചൂട്. വമനാഫിഉ, വേറെയും പ്രയോജനങ്ങളുണ്ട്. മിനൻ നസ്ൽ വദ്ദർറ് വറുകൂബി, അതിന്റെ കുട്ടികളുണ്ടാവും. പിന്നെ എന്താണ്? പാലുണ്ടാവും. പിന്നെ അതിനകത്ത് വാഹനം കയറി പോകാൻ പറ്റും. ആടുമാട് കുതിര, ആടുമാട് ഒട്ടകങ്ങളാകുമ്പം വാഹനം കയറി പോകാൻ പറ്റും കേട്ടാ. വമിന്ന, അതിൽ നിന്നും തഅകുലൂന, നിങ്ങൾ ഭക്ഷിക്കുന്നു. അതിൽ നിന്ന് മാത്രമാണ്. ഖദ്ദമൽ ഫാസിലത്തി എന്ന് പറയാം. ഫാസിലത്തിന് വേണ്ടിയിട്ടാണ്, പിന്നെ എന്തല്ല തഖ്സീസിന് വേണ്ടിയിട്ടല്ല എന്നതിലർത്ഥം. ഫലക്കും, നിങ്ങൾക്കുണ്ട്. ഫീഹാവകളിലായിക്കൊണ്ട് ജമാലുൻ, സീനത്തുൻ, ഭംഗിയുണ്ട്. എപ്പോഴൊക്കെ? ഹീന തുരീഊന, അതിനെ നിങ്ങൾ അതിൻ്റെതായ കളത്തിലേക്ക് അതിനെ കൊണ്ട് വെക്കുമ്പോഴും. അങ്ങനെ കുറെ ഇഷ്ടം പോലെ എന്താ രസമായിട്ട് ഇങ്ങനെ വരുന്നതാണ്. അതതിന്റെ മേല വേണ്ട. ഐ തറുദ്ദൂനഗായില മറാഹിഹ ബിൽ അശി, പ്രദോഷ സന്ദർഭത്തിൽ ഐറ്റങ്ങളെ തൊളിച്ചു കൊണ്ടുപോകുന്നു. ഐറ്റങ്ങളെ തറുദ്ദൂന ഏടാ, നിങ്ങൾ മടക്കിക്കൊണ്ടുവരുന്നു. ഇല മറാഹിഹ, അതിന്റെ തൊഴുത്തുകളിലേക്ക്. മറാഹി എന്നുള്ളത് തൊഴുത്തൊന്നും അതല്ല. പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് ഓരോരുത്തർക്ക് നിർത്തും. ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പിന്നെ ഓരോന്നിനെ ഇങ്ങനെ എന്ത് ഇറക്കി അങ്ങനെ പറഞ്ഞ സ്ഥലമുണ്ട്. അല്ലെ വെള്ളം കുടിച്ചിട്ട് നിർത്തുന്ന സ്ഥലം, അങ്ങനെയൊക്കെ ഉണ്ട്. തറുദ്ദൂന മിൻ മറാഇഹ എന്നുണ്ട് ചിലയിടത്ത്.
മറാഇ അതിന്റെ മർഅകളിൽ നിന്നും മേച്ചിൽ സ്ഥലങ്ങളിൽ നിന്നും മടക്കിക്കൊണ്ടുവരുന്ന സന്ദർഭത്തില് എവിടത്തേക്കില്ല മറാഹിഹ വ മബാറക്കിഹ വേണ്ട മറാഹും മബാറക്കും മബാറക്ക് എന്ന് പറയുമ്പോൾ തൊഴുത്തില്ലാവും രാത്രി കെട്ടുന്ന സ്ഥലം മുട്ടുകുത്തുന്ന സ്ഥലം മബാറക്ക് വേണ്ട മറാഹിയാകുമ്പോൾ നമ്മൾ വെള്ളം കൊണ്ട് എത്തും ഒരുപാട് മൃഗങ്ങൾ കാണും വെള്ളം കുടിക്കാൻ അപ്പൊ കുടിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയിട്ട് കുറച്ചിങ്ങനെ കുടിപ്പിക്കും അങ്ങനെ അതിന് മറാഹ് എന്നൊക്കെ പറയാം വേണമെങ്കിൽ പിന്നെ ഹീന തുരീഹൂന അൽ ഇറാഹത്തു ഇറാഹത്തൊക്കെ റദ്ദുദ്ദവാബി ബിൽ അശീല മറാഹിഹ ഐ മഅ്വാഹ എന്ന മാനോടത്തേക്കുന്ന ബില്ലൈനി قدم الإراحة على التسريج مع أنه خلاف الواقع لأن الجمال في الإراحة إراحة لقول الجمال وهو رجوعها إلى البيوت أكثر منه في وقت التسريح അല്ല അങ്ങോട്ട് പോകുമ്പോൾ ഒറ്റയും തെറ്റായിട്ടൊക്കെ ഇറങ്ങിയ പോത്തല്ലേ ഉള്ളൂ പക്ഷെ എല്ലാത്തിനും അടുത്തുകൊണ്ട് വരുമ്പോൾ ഒരു രസമുണ്ട് അതതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് അതിനെ മുന്തിച്ചത് فحين تسرحون أي تخرجونها إلى المرعى بالغداة പ്രഭാത സമയങ്ങളിൽ അവകളെ കൃഷിസ്ഥലത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും അയച്ചുവിടുന്ന സന്ദർഭത്തിലും എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് വാ ആ മൃഗങ്ങൾ ചുമന്നുകൊണ്ടു നിങ്ങളുടെ ഭാരങ്ങളെ നിങ്ങളുടെ ചുമടുകളെ നിങ്ങളുടേതായ ചരക്കുകളെ ഇലാ ബലദിൻ അല്ല ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും എങ്ങനത്തെ ബലതാണ് ലം തക്കൂനു നിങ്ങളായിരുന്നില്ല ബാലിഗി അവിടെ നിങ്ങൾ എത്തിക്കുകയില്ല ഇല്ലാ ബിശ്ഖിൽ അൻഫുസ് വേണ്ട ഭയങ്കര ശാരീരിക പ്രയാസം ഏറ്റുകൊണ്ട് അവിടെ എത്താൻ പറ്റും അപ്പൊ നിങ്ങളിങ്ങനെ മൃഗത്തിന്റെ മുകളിൽ കുത്തിർന്ന് കൊടുത്താൽ മതി ആറ്റുങ്ങൾ കൊണ്ടുപോയിക്കൊള്ളു മറ്റേ നടന്ന് നിങ്ങൾ ഉപ്പാടാവും മനസ്സിലായോ അങ്ങനെ വിദൂര നാടുകളിലേക്ക് പിന്നെ ഇന്ന റബ്ബക്കും നിങ്ങളുടെ റബ്ബിലെ റഊഫുർ റഹീം എന്ന് ബിക്കും ഹൈദു ഖലഖഹ അവകളെ പടച്ചെന്നല്ല ലക്കും നിങ്ങൾക്ക് എന്ന് അപ്പൊ ഖലഖ അവൻ പടച്ചൽഹുല കുതിരകളും വൽ ബിഗാറ കഴുതകളും ഓവർ കഴുതകളും വൽ അമീറ കഴുതകളും എന്തിനാലി തർക്കബൂഹോ നിങ്ങളതിൽ വാഹനം കയറി പോകാൻ വേണ്ടിയിട്ട് അല്ല മഫൂലവുമാണ് ഒത്തൈലയിലും ബിഗ്മാവ രണ്ടും കൊണ്ട് തൈലയിലിന് തൈലീഫിൻ ഞാമി അല്ലാഹുത്താല തന്ന നിഅമത്തുകളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത് ലായുനാഫി അതിനെതിരല്ല ലായുനാഫി ഖൽഖുഹ അവകളെ പടക്കലിനോട് ഖൽഖഹ അവിടെ പടക്കലിനോട് എതിരല്ല അലി ഗൈരി ദാലിക അർത്ഥ തിന്നാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കലും ഇതിനൊക്കെ കൽ അക്ലി ബിൽ ഖൈലി അസാബിത്തത്തി സാബിത്തി ബി ഹദീസ് സഹീഹ് നീ പറഞ്ഞാലിപ്പോ ഇനി ഇഷ്ടം പോലെ പറയാണ്ട് യഖ്ലുഖു മാ ലാ തഅലമൂൻ നിങ്ങൾ അറിയാത്തതിനെ അല്ലാഹു തആല പഠിച്ചു അതിനകത്തെല്ലാം ഒതുക്കി കാറും ബസ്സും സൈക്കിളും ഓട്ടോറിക്ഷയും കാളവണ്ടിയെ പറ്റി ഇനി ഖുർആൻ പറഞ്ഞില്ല എന്ന് പറയണ്ട സൈക്കിൾ റിക്ഷയെ പറ്റി പറഞ്ഞില്ല എന്ന് വേണ്ടിയില്ല മാരുതി കാറും പറഞ്ഞില്ല എന്ന് വേണ്ടിയില്ല എത്തിയോസും പറഞ്ഞില്ല എന്ന് വേണ്ടിയില്ല ഇന്നോവയും പറഞ്ഞില്ല എന്ന് വേണ്ടി നിങ്ങൾ മുസ്ലിയാനൊക്കെ വണ്ടിയല്ലോ കൂടി വണ്ടി ഇതിന്റെ പേര് ആരാണ്ട് കൊടുത്തെന്നാ പറയുന്നത് സംഗതി എല്ലായിടത്തൊക്കെ പൈസ എടുത്താണ് എന്നാലും പോട്ട് നമുക്കെന്നോ വയഖ്ലുഖു മാ ലാ തഅലമൂൻ നിങ്ങൾ അറിയാത്തതിനൊക്കെ അല്ലാഹു തആല നിങ്ങൾക്ക് പഠിച്ചത് അല്ലേ ബെൻസ് എല്ലാം അതിനകത്ത് പറ്റും എല്ലാം പറ്റും ഏത് ഇനി ഖിയാമത്ത് നാൾ വരെ ഇറങ്ങുന്ന ഏതെല്ലാം പുതിയ വണ്ടികളുണ്ടോ അതെല്ലാം യഖ്ലുഖു മാ ലാ തഅലമൂനിൽ പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ് അത് മോജസാണ് മനസ്സിലായോ വയഖ്ലുഖു മാ ലാ തഅലമൂൻ മിനൽ അശ്യാഇൽ അജീബത്തിൽ ഗരീബത്തി വലിയ പുതുമയാറുന്നതും വളരെ 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 വിരളമായി കിട്ടുന്നതും എല്ലാം അല്ലാഹു തആല നിങ്ങൾക്ക് പഠിച്ചാൽ അതുകൊണ്ട് വഅലല്ലാഹ് പിന്നെ ഇവകളുടെ മേൽ ആസ്വദിക്കാനും പാടില്ല വഅലല്ലാഹി ഖസ്ദുസ് സബീൽ കണ്ട ചൊവ്വായ മാർഗത്തിലേക്ക് പോകാനുള്ള കരുത്ത് അല്ലാഹുവിന്റെ മേൽ മാത്രം ആക്കണം എന്ന് ومنها جائر ولو شاء لهداكم أجمعين ആ സബീലിൽ പെട്ടിട്ടുണ്ട് ജായിറുൻ ഐ ഹായിദുൻ അലൽ ഇസ്തിഖാമ
ഇസ്തിഖാമത്തിനെ തൊട്ട് തെറ്റതും തെറ്റിയതും വഴിയിൽപ്പെട്ടിട്ടുണ്ട്. വലൗഷാ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹിദായത്തെക്കുമെന്നാണ്. ഷായുടെ മശീയത്തിനെ പോലെ കളയൽ സർവ്വസാധാരണമാണല്ലോ. അത് ഗരീബല്ലെങ്കിൽ കളയാമെന്നല്ലൊക്കെ പറഞ്ഞിട്ടില്ലേ. വലൗഷാ ലഹദാക്കും ഹിദായത്തുക്കും ലഹദാക്കും ഇലാ ഖസ്ദിസ് സബീൽ അജ്മഈൻ എല്ലാവരെയും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ ഹിദായത്താകും ഇല്ലെങ്കിൽ അതിലേക്ക് ഇഖ്തിയാരും മിങ്കും. നിങ്ങളുടെ ഇഖ്തിയാർ കൊണ്ടാണ് അതുണ്ടാവുക. വേണ്ടാ ഹുവല്ലദീ അവൻ ഒരുവനാണ് അൻസല മിനസ്സമാ വാനലോകത്ത് നിന്നും അല്ലാഹു നിങ്ങൾക്ക് പടച്ചു തന്നു. ഖലഖഹാ ലക്കും വലിമനാഫിഇക്കും വമസാലിഹിക്കും യാ ബനി ആദമ എന്ന് എന്താ ഫലന്നാമ ജമ്മു നിഅമിൻ വഖദീസ്കനു ഐനുഹു നിഅമ എന്ന് പറയും. വഹിയ ലിബിൽ വൽ ബഖർ വൽ ഗനമ വൽ മഅസു. പിന്നെ വമനാഫിഉ വമിന്നാ തഅകുലൂൻ അതിൽ നിന്നും കുറച്ച് വലക്കും ഫിഹാ മനാഫിഉ ഹീന തുരീഊന ബൈന ഖുസ്മീൻ. സറഹ ലാസിമായിട്ട് മുത്തഅദ്ദിയായിട്ടൊക്കെ പെരുമാറും. തസ്രീഹ് എന്താണ്? തസ്രീഹിനാണ്. തസ്രീഹുന അസ്റഹ യുസ്രീം പറയും. സറഹ യുസ്രീം അൽ ജമാൽ വൽ ഹുസ്നു ഫിൽ ഖൽഖി വൽ ഖുലുഖി. അതിനാണ് ജമാൽ എന്ന് പറയാം. സ്വഭാവത്തിലും പടപ്പത്തരത്തിലും നന്നാവുക. തജമ്മല തസയ്യന തജമ്മലഹു സയ്യനഹു എന്ന് പറയുന്നത്. ജമാലുർ റജുലി ഫസാഹത്തു ലിസാനിഹി അൽ ജമാലു സവാബുൽ മഖാൽ വൽ കമാലു ഹുസ്നുൽ ഫിആൽ എന്നൊക്കെ ഹദീസിനകത്തുണ്ട്. മനസ്സിലായില്ലേ? ഹദീസിനകത്ത് എങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്നൊരു മര്യാദ മൽഅബുക്കും മഅമൂറ മസാജിദുക്കും ഇലൽ ഖറാബ് മഖ്റൂബാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ഹദീസുണ്ട്. കളിസ്ഥലങ്ങൾ പരിപാലിക്കപ്പെടുന്നു, അത് നന്നാക്കി എടുക്കുന്നു. പള്ളികൾ ഖറാബാക്കപ്പെടുന്നു എന്നത് അത് ഹദീസുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ എണ്ണിയട്ടെ. മൽഅബുക്കും മഅമൂറത്തുൻ മസാജിദുക്കും ഖറാബത്തുൻ അങ്ങനെ ഉണ്ട്. അങ്ങനെയാണല്ലോ കളിക്കാൻ വേണ്ടി നല്ല സ്ഥലങ്ങളൊക്കെ പ്ലേറ്റ് ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ വിളക്കത്തിക്കലും രാത്രിയും പകരുന്നില്ലാതെ മുസ്ലിമാരും അതിനകത്ത് പറ്റിക്കും. മൽഅബുക്കും മഅമൂറത്തുൻ മലാഇബുക്കും മഅമൂറത്തുൻ മഅമൂറാത്തുൻ മസാജിദക്കും ഖറാബാത്തുൻ എന്നൊക്കെ. അപ്പൊ ഇങ്ങനെ അതീതൊക്കെ ഉണ്ടെന്ന് പറയാം. അൽ ജമാലു സവാബുൽ മഖാൽ നല്ല വർത്തമാനം പറയുന്ന ജമാൽ എന്ന് പറയാം. വൽ കമാലു ഹുസ്നുൽ ഫിആൽ കമാൽ എന്ന് പറയാൻ നല്ല പ്രവർത്തി എന്നും ഹദീസുണ്ട്. എന്ന് ലം തകൂനു ബാലിഗിയ വാസിലീന ഇലൈഹി ബി അൻഫുസിക്കും മുജറദീന അനിൽ അസ്ഖാൽ ലൗലൽ ഇബ്ലു എന്ന് ഇല്ലാ ബിശ്ശിഖിൽ ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീമുൻ അയ അളീമുർ റഫത്തി ബിക്കും വഅളീമുൽ ഇൻആമി അലൈക്കും ഹൈതു റഹിമക്കും. അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഒരുപാട് കരുണ ചെയ്തില്ല. ഭയങ്കര കരുണ അള്ളാഹു താല നമ്മളോട്. അതുകൊണ്ട് അള്ളാഹു താല നമ്മളെ വിട്ടേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ കാരണമായിട്ട് പിന്നെ നമ്മള് ഇതൊന്ന് പറത്തി കളേണ്ട സമയം കാറ്റടിച്ചുകൊണ്ട് പോയി കടലിൽ കൊണ്ടിട്ട് സമയം കഴിഞ്ഞു പോയി. നമ്മളെ അള്ളാഹു ഭയങ്കര റഊഫാണ് റഹീമാണ്. ഇബ്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ ബഅദി മഗാസിഹി
യുദ്ധത്തിന് പോകുമ്പോൾ ബൈനമാകും യസീറൂന, അങ്ങനെ നടന്നു പോകുമ്പോൾ ഇത് അഹദ് ഫർഖത്ത് ഒരാളൊരു കുട്ടിയെടുത്തു, ഒരു പക്ഷിക്കുഞ്ഞിനെടുത്തുള്ളൂ. ഇപ്പൊ അക്ബല അഹദ് അബവൈഹി, അപ്പൊ ആ പക്ഷിക്കുഞ്ഞിന്റെ മാതാപിതാക്കുന്ന ഒരാൾ ഓടി വന്നു. എത്താ സഖത്ത ഫി ഐദിയല്ലദീന അഖദുൽ ഫർഖ, കുട്ടിയെടുത്തോണ്ട് പോയ അയാളെ കൈ ഒന്ന് പിറന്നങ്ങ് വീണു, എന്റെ തള്ള അല്ലെങ്കിൽ എന്റെ തന്ത ഹാമെന്ന് വന്നിട്ട്. ഇപ്പൊ കാല അലൈഹിസ്സലാം, അപ്പൊ അലൈഹിസ്സലാം പറഞ്ഞു, അലാ തഅജബൂന ലിഹാദ ത്വയ്ർ, കണ്ട ഈ പക്ഷിയെ പറ്റി നിങ്ങൾക്ക് പുതുമയില്ല. അഖദ ഫർഖഹു, കണ്ട അതിന്റെ കുട്ടിയെ ഉഖിദ ഫർഖഹു ഫഅഖബല ഹത്താ സഖത്ത ഫി ഐദീകും, അത് കണ്ട് ഓടി വന്നണ്ട അതിന്റെ കുട്ടികളുടെ സ്നേഹം കൊണ്ടല്ലേ വന്നത്, അതിന്റെ കുട്ടികളുടെ കരുണ കൊണ്ടല്ലേ വന്നത്. വല്ലാഹ്, അള്ളാഹിനെ തന്നെ സത്യം, ലല്ലാഹു അർഹമു ബിഇബാദിഹി, അല്ല അള്ളാഹു അവന്റെ ദാസന്മാരെ കൊണ്ട് ഭയങ്കര കരുണയുള്ളവനാണ്. മിൻ ഹാദ ത്വാഇരി ബിഫർഖിഹി, ഇതിന്റെ കുട്ടിയോട് ഈ പക്ഷി കാണിക്കുന്ന കരുണയേക്കാള് ഭയങ്കര കരുണയുള്ളവളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, കരുണയുള്ള ആളാണ് എന്ന്. അതാണ് നഫ്സുക മത്തിയ്യത്തുക ഫർഫഖ് ബിഹാന, നിന്റെ നഫ്സ് നിന്റെ വാഹനമാണ്, ആ വാഹനത്തിന് നീ മിതമായ രീതിയിൽ ഓട്ടിക്കണം. നഫ്സുക മത്തിയ്യത്തുക ഫഖദ് ഖാന ലിറസൂലില്ലാഹി വലഖദ് വഅലം അന്നല്ലാഹു തആല മന്ന അലാ ഇബാദിഹി, അല്ലാഹു അല്ലാഹുവിന്റെ ദാസന്മാരുടെ മേൽ ഇബാദത്ത് ചെയ്തു, മിന്നത്ത് ചെയ്തു. ബിഖൽഖിൽ ഇബ്ലി വൽ ബഖരി വൽ ഗനമി വൽ മഅസി, ഫഖദ് ഖാന ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നുൻ, കുറേ ഒട്ടകങ്ങളാണ്, ഇർകബുക അതിൽ കയറും. വയ്യൻ നാഖത്തുൽ ഖുസ്വ, നാഖത്തുൽ ഖുസ്വ എന്ന് പറയുന്നത്, ജദ്ആ എന്ന് പറയുന്നത്, അദ്ബാവി എന്ന് പറയുന്നത്, അവിടെ മന കൊടുത്തേക്കുന്ന വട്ടമല്ല, ചെവി മുറിഞ്ഞതും മൂക്ക് മുറിഞ്ഞതും, ചെവി മുറിഞ്ഞതും മൂക്ക് മുറിഞ്ഞതും ചെവി കീറിയതൊക്കെയാണ്. അത് അറ്റങ്ങളെ പേരാന്ന് വെച്ചെടുത്താൽ മതി, റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ സ്ഥാനപ്പേരുകളാണെന്ന് വെച്ചെടുത്താൽ മതി. ഇങ്ങനെ അർത്ഥം വെക്കുന്ന മോശം അവിടെ പറയാം. ഖാലബഅദുഹും വഹാദിഹി അൽഖാബുൻ നദ, ഇവളൊക്കെ സ്ഥാനപ്പേരുകളാണ്, വെറുതെ ഇങ്ങനെ. വലം യകുൻ ബിതിൽക ശൈഉൻ മിൻ ദാലിക, അല്ല വൽ അദ്ബാഉ ലാ തസ്അല്ലതി കാനത്ത് ലാ തുസ്ബഖു, അടിപൊളി വീരങ്ങളാണ്, അതിനെ മുൻകടക്കാൻ വേറൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് മറ്റൊന്നിനേക്കാൾ മുൻകടന്ന് പോവില്ല. അപ്പൊ പിന്നെ ഒരു ദിവസം പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ ഒട്ടകം പിന്തി പോയി. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് എന്തായി, വിഷമായി. അപ്പൊ റസൂലുള്ളാഹി അത് കുഴപ്പമില്ല, ഇന്ന ഹഖൻ അലല്ലാഹി അല്ലാ യർഫഅ ശൈഅൻ മിനദ് ദുനിയ ഇല്ലാ വദഅ, ഏതൊരു ശൈഇനെ അല്ലാഹു തആല പന പോലെ വളർത്തിയിട്ട് അതിനെന്ത് ചെയ്യും, ഒരു ശൈഇനെയും അല്ലാഹു തആല ഉയർത്തുന്നില്ല എന്തായിട്ടല്ലാതെ. പഹയനെ പന പോലെ വളർത്തുന്നു, എന്റെ ഭാഷപ്പോഴും പറഞ്ഞേക്കാൻ, പന പോലെ വളർത്തും, പിന്നീട് കാറ്റടിക്കും എല്ലാം അടിഞ്ഞു പോലും. അതാണ് അതിന്റെ അർത്ഥം. ഇന്ന ഹഖൻ അലല്ലാഹി അല്ലാ യർഫഅ ശൈഅൻ മിനദ് ദുനിയ ഇല്ലാ വദഅഹു, എന്താ വഹിയല്ലത്തി ലം തഅകുൽ ബഅദ വഫാത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം ഭക്ഷണം കഴിച്ചിട്ടില്ല, അങ്ങനെ മരിച്ചു. ഹത്താമാത്ത് എന്താ കഴിഞ്ഞോ? അങ്ങനത്തെ മനുഷ്യന്മാരെ വിവേകമില്ലാത്ത ജീവി നമ്മളല്ലേ ഉള്ളു.
മൃഗത്തിന്റെ വിവേകം വേണോടാന്ന് അവസാനിമ പറഞ്ഞു മനുഷ്യന്മാരോട്. മൃഗത്തിന്റെ വിവേകം വേണം. ആ വിവേകം ഇല്ലാത്തൊരു സാധനം നമ്മൾ ഇരുകാലികളേ ഉള്ളൂ. നാൽക്കാലികൾക്ക് വിവേകമുണ്ട്. മനസ്സിലായില്ലേ? قال في آيات الأيمان وإذا أحرق وبر الجمل وضر على الدم السائل قطعه وقراضه والبقر من بقرة إذا شق كيرا لأنها تشق الأرض بالأراثان. ഇല്ലേ? കാളവില്ലേ? പശുവും കാളയൊക്കെ അതിനകത്ത് പെടും. കൃഷി നില ഉഴുത് തരും. ഇപ്പം നില ഉഴുതാൻ മറ്റേ മിഷ്യനല്ലേ, എല്ലാത്തിനും മിഷ്യന്മാരാണ്. قيل لمحمد بن الحسين بن علي رضي الله تعالى عنه الباقر لأنه شق العلم. മുഹമ്മദ് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ബാഖിർ എന്ന പേരുണ്ട്. അവർ ഇൽമിനെ കീറിയവരാണ്. വദഖല ഫീഹി മദ്ഖലൻ ബലീഗൻ. വിദാരത്താൻ തറ അജബൻ, ഒരു പുതുമ കാണാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഫദ്ഫൻ ജറത്തൻ ഫിൽ അർളി, ഒരു ചട്ടി കുഴിച്ചിടാൻ ഭൂമിയിൽ, ഇല ഹൽഖിഹ, അതിന്റെ വായു വരെ. ഏത് ഹൽവ ഖത്തുലിയ ബാത്തിനു, അതിന്റെ ഉള്ളില് പുരട്ടപ്പെട്ടു ബി ഷഹ്മിൽ ബക്കർ, കാളയുടെ പശുവിന്റെ കൊഴുപ്പേ അതിനകത്ത് പുരട്ടിയിട്ട് അതിങ്ങനെ കുഴിച്ചിടാം. അപ്പൊ എല്ലാ കൊതുകളും അതിനകത്ത് വന്നു കൂടുന്നു. അപ്പൊ ഇന്നൽ ബറാഗീത കുല്ലുഹാ തജ്തമിഉ ഇലൈഹാ, രണ്ടു പ്രാണികളും കൊതുവൊക്കെ അതിനകത്ത് വന്നു. എന്താ ഇതാ ബഖറൽ ബൈത്ത, ഇതാ ബുഖിറൽ ബൈത്ത് ബി ഷഹ്മിഹി മഅ സിർനീഖ്. സിർനീഖ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പുകയ്ക്കുന്ന സാധനമാണ്. അതിനെ പുകച്ചാല് അദ്ഹബൽ ഹവാമ്മ ഖുസൂസൻ അൽ അഖാരിബ മിനൽ ബക്കർ. അലൈക്കും ബി അൽബാനിൽ ബക്കർ, നിങ്ങൾ വിഷയമാക്കണം. മനസ്സിലായില്ലേ? പശുവിന് പശു ഭയങ്കര സാധനം. പശുവും കാളയൊക്കെ സലാദില്ലായ ഫുലഹുവിനെന്ന ബാഇഉൽ ബശർ, ഖാത്തിഉ ശജർ, ദാബിഹുൽ ബക്കർ. മൂന്ന് കൂട്ടർ ജയിക്കില്ലെന്ന. ഒന്ന് മനുഷ്യ കച്ചവടക്കാരന്മാർ. മനുഷ്യ കച്ചവടം എന്ന് പറയുമ്പോഴെങ്കിലും ഈ ഇതുണ്ടല്ലോ, കോൺട്രാക്ടർ പണിയെടുത്തിട്ട് ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പണി വെച്ചിട്ട് കോൺട്രാക്ടർമാർ പൈസ കൊണ്ട് പോകുമല്ലോ. പിന്നെ വൃക്ഷം മുറിച്ചു കളയുന്നതിനും വിജയിക്കില്ല. ഖാത്തിഉ എന്ത് രോഗമുള്ളതിനെ മുറിക്കാം, അല്ലാത്തതിനെ പറ്റില്ല. വൃക്ഷം ഉണ്ടാകാൻ നല്ല വായിട്ടുള്ളു. അപ്പൊ ദാബിഹുൽ ബക്കർ വേണ്ട, അതിനെ പതിവാക്കുന്നവനും ചുട്ടാൽ മതി. കാളയിറക്കുന്നവൻ വിജയിക്കലെന്നാ പറയാം. അലൈക്കുംബി വഫിൽ അദീദി അലൈക്കുംബി അൽബാനിൽ ബക്കർ, പശുവിന്റെ പാല് കുടിക്കണം. അസ്മാനി, അതിന്റെ കൊഴുപ്പും. വയ്യാക്കും വലുഹുമഹോ, കാളയിറച്ചി തിന്നല്ലാണ്. കാളയിറച്ചി പശു ഇറച്ചി ബീഫെന്ന് പറഞ്ഞ് ഇങ്ങനെ അടിക്കില്ലേ? പാലും കൊഴുപ്പൊക്കെ കൊള്ളാം. വയ്യാക്കും വലുഹുമ ഫഇന്ന അൽബാനഹാ വ അസ്മാനഹാ ദവാഉൻ വ ശിഫാഉൻ വലുഹുമുഹാ ദാഉൻ. എന്താ വലുഹുമഹാന്ന് വായിക്കാം. വഖദ് സഹ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങള്
അന്നിസായി പെണ്ണുങ്ങളെ തൊട്ട് കാളയറച്ച് കൊടുത്തതെന്നൊക്കെ ചോദിക്കും. അതിന് അത് വെറുതെ കഴിക്കുമ്പോഴാണ് അതിനകത്ത് ഈ മുരിങ്ങയുടെ പട്ടയോ അല്ലെങ്കിൽ ഇഞ്ചിയോ സഞ്ചബീലോ അതൊക്കെ ഇടുകയാണെങ്കിൽ എന്തില്ല, അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മളെ പിതാവൊക്കെ അങ്ങനെ ചെയ്യുന്നത്. കുമ്പറിന് ഇറച്ചി മേടിച്ചാൽ മുരിങ്ങപ്പട്ട ഏതൊക്കെ കൊണ്ടിടുന്നതാണ്. അപ്പൊ അത് മുസ്തഖില്ലൻ മുജറത്തും നിലയിലാകുമ്പോഴാണ് അതിന്റെ വിഷം നീങ്ങുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ പശുപാല് കുടിച്ചോളി, നല്ലതാണ്. അദ്ദുജാജു ഗനമു ഫുഖറാഇ ഉമ്മത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഗ്നിയാക്കളോട് കൽപ്പിച്ചു ബിത്തിഖാദിൽ ഗനമ, ആട് കഴിക്കുവാൻ. അമറൽ ഫുഖറാ ബിത്തിഖാദിൽ ദുജാജ്, കോഴിക്കൃഷി നടത്തിക്കൊള്ളു, മറ്റൊരു ആട് കൃഷി. കാല അദ്ദുജാജു ഗനമു ഫുഖറാഇ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ ഫുഖറാക്കളുടെ ആടാണ് കോഴി. വൽ ജുമഅത്തു ഹജ്ജു ഫുഖറാഇഹ, അതും കൂടെ കൂട്ടിപ്പറിച്ചു. എന്റെ ഉമ്മത്തിന്റെ ഫുഖറാക്കളുടെ ഹജ്ജാണ് ജുമഅ എന്ന്. ഇത്തഖിദുൽ ഗനമ ഫഇന്നഹാ ബറക്കത്തുൻ, ആടിനുണ്ടായിക്കൊണ്ട് അത് ബറക്കത്താണ് എന്ന്. അല്ല, ജഅലല്ലാഹുൽ ബറക്കത ഫീ നൗഇൽ ഗനമ വഹുവ തലിദു ഫിൽ ആമി മറത്തൻ. എന്നാ 2 പ്രാവശ്യം പ്രസവിക്കത്തില്ല, 6 മാസത്തിലൊരിക്കല്ലേ അതിന്റെ പ്രസവം? അതോ അല്ലേ? ആടങ്ങനല്ലേ, 6 മാസമല്ലേ? അല്ല, 1 വർഷം. 1 വർഷമല്ല, 6 മാസത്തിന്. 1 വർഷത്തിൽ 2 പ്രസവം കാണുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിനകത്ത് വില്ലാമി മറത്തിനെന്ന് പറയുന്നത് വൈവക്കാലും എന്നാ മാഷാ അല്ലാഹ് ഇഷ്ടംപോലെ കഴിച്ചോളി. എംതലിയും എന്നാ ജൗബല്ലി ഖിലാഫിസ്സബ فإنها تلد 6 و7 ولا يرى منا إلا واحدة في أطراف الأرض. എന്താ, ആട് പ്രസവിക്കുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ടാവും. ഒരു പ്രസവത്തിന് 3, 4 ഭയങ്കര ബറക്കത്തുണ്ടാവും. ഇഷ്ടംപോലെ തിന്നേം തിന്നു. യുക്കലും എന്നാ മായംതലി മാഷാ അല്ലാഹ്, പക്ഷെ എംതലിയും എന്നാ ജൗഫില്ലർദ് ബിഖിലാഫിസ്സബ. കൂടുതലും ഈ ലോകത്ത് കൂടുതൽ അറക്കപ്പെടുന്നത് ആട്, കൂടുതലും കാണപ്പെടുന്ന ജീവിയും ആട്. മനസ്സിലായോ? 2, 3 പ്രസവം. പട്ടി എത്ര പ്രസവിക്കുന്നു? 6, 7 കിട്ടും. പക്ഷെ ആയിട്ടുകളെ കാണാനില്ല. ബർക്കത്തില്ലാത്ത ജീവിയാണ് പട്ടി. സുബൈക്ക് കിടന്നുറങ്ങുന്നുണ്ട്. അതിന്റെ ബർക്കത്തിന്റെ കാര്യം മുസലിമാൻ പറഞ്ഞിരിക്കണം. ആട് ഇങ്ങനെ സുബൈക്കും എഴുന്നേറ്റ് ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് വരുന്ന വന്നമാരതിനെ ഇങ്ങനെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ബർക്കത്ത് കൂടിയതാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കബിദുൽ കബിഷി, മുട്ടനാടിന്റെ കരള് ഇതാ ഉഹരിക്കത്ത് ത്വരിയത്തൻ, അതിനെ പച്ചയായിട്ട് കരിക്കപ്പെട്ടാല് വദലക ബിഹ അലസ്ലാന, അതുകൊണ്ട് പല്ല് തേച്ചാലും ബയ്യതത്ത് ഹോന്ന്. കബിലേ ചേട്ടനെ തുടണം, ചുറ്റിട്ട് പല്ലിയാക്കണം. മിക്കരുണ്ട് വലിയ കുഞ്ഞിന് അത് നല്ല വെളുപ്പ് കിട്ടും പല്ല്. കർണുൽ കബിഷി, മുട്ടനാടിന്റെ കൊമ്പ് ഇതാ ദുഫിന തഹത്ത ഷജറത്തി, വല്ല വൃക്ഷത്തിന്റെയും ചോട്ടിൽ കൊമ്പ് കൊണ്ട് കുഴിച്ചിട്ടാല് യക്സുറു ഹമലുഹോ, നല്ല പഴം കായ്ക്കും.
ആടിന്റെ കൊമ്പെടുത്ത് മുട്ടനാടിന്റെ കൊമ്പെടുത്ത് കൊണ്ട് എവിടെ കൊണ്ടുവാ അവിടെ കൊണ്ട് വെച്ചിട്ട് ഇന്ന് കുറെ കാര്യങ്ങൾ വായുതളൊക്കെ എന്ന് പറയും. والخيل والبغال اركب الخيل فإنها ميراث أبيكم إسماعيل عليه السلام. എന്ന് ബസ്